നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് ഫ്രെയിമിംഗ് വേർഡ് പ്രോബ്ലംസ് ഓൺ അഡിഷൻ. അഡിഷന്റെ വേർഡ് പ്രോബ്ലംസ് എങ്ങനെ ഫ്രെയിം ചെയ്യാം. അതിൽ 2 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഇതിലെ ഈ എക്സസൈസ് 2.6 ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്തില്ലല്ലോ. ഇല്ലല്ലോ. നോ. അപ്പൊ ഫസ്റ്റ് വൺ 256 പ്ലസ് 800 അത് പറഞ്ഞായിരുന്നോ? നോ. ഓക്കെ. 256 പ്ലസ് 818 അത് വെച്ചിട്ട് എങ്ങനെയാ നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? 256 പ്ലസ് 818 എന്തെങ്കിലും ഒരു ഐഡിയ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? റീലൂന് തോന്നുന്നുണ്ട്, പറഞ്ഞു. In a school there are 256 girls and 181 boys. What is the total number of students in that school? ഓക്കെ, അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ? അത് പറഞ്ഞതല്ലേ? അടുത്തതും പറഞ്ഞു തോന്നുന്നു. 1500 പ്ലസ് 1600 പറഞ്ഞതല്ലേ? പറഞ്ഞില്ല. അലൻ ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നോ മോനെ? ഒന്ന് നോക്കിയേ, ഒന്ന് വായിച്ചേ എഴുതിയ ക്വസ്റ്റ്യൻ. ഫസ്റ്റിന്റെ ആണോ മിസ്? സെക്കൻഡിന്റെ 1500 പ്ലസ് 1600. In a shop there are 1500 black marbles and 1600 white marbles. How many marbles there in total? ഓക്കെ, അത് രണ്ടെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തതാ അല്ലേ? ഇനി അടുത്തത് പറയാം. 3806 പ്ലസ് 1308 അത് പറഞ്ഞതാണോ അലൻ? No. ഓക്കെ, രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അടുത്തത് 3806 പ്ലസ് 1308 എന്തെങ്കിലും ഒരു ഐഡിയ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ നമ്പർ രണ്ടും കാണുമ്പോ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ആദ്യത്തിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് വരുന്നുണ്ടോ? നോ. ഒറ്റയടിക്ക് നോ പറയല്ലേ, എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്, കിട്ടുന്നുണ്ടോ നോക്ക്. ഫാത്തിമ ഒന്ന് ആലോചിച്ച് നോക്കിയ മോളെ. ജോയൽ നോ അല്ല യെസ് പറ ആലോചിച്ചിട്ട്. നിങ്ങളെ ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചാല് എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളോട് ഇപ്പൊ ആരെങ്കിലും ഒരു കാര്യം ചോദിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് കേട്ട ഉടനെ നിങ്ങൾ നോ പറയരുത് കേട്ടോ. കേട്ടോ? പൊട്ട കുട്ടികൾ അങ്ങനെ കേട്ട ഉടനെ അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നേ. എന്ത് കാര്യമായാലും യെസ് ഐ വിൽ ട്രൈ എന്ന് പറയാൻ ഒരു ധൈര്യം വേണം. കേട്ടല്ലോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോന്ന്. ആവണി ഒന്ന് ശ്രമിച്ച മോളെ. ഓക്കെ, റീലൂന് കിട്ടിയോ? നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഞാനത് ഇംഗ്ലീഷിലേക്ക് മാറ്റി തരാം. ഓക്കെ, പറഞ്ഞോ. A ice cream seller has 3806 ice creams in ice cream seller. Another ice cream seller has 1308 ice creams. How many ice creams in their cellars? ഓക്കെ, 2 ഐസ്ക്രീം സെല്ലേഴ്സ് ഉണ്ട്. ഒരാളുടെ കയ്യിൽ 3806 ഐസ്ക്രീംസ് ഉണ്ട്. രണ്ടാമത്തെ ആളുടെ കയ്യിൽ 1308 ഐസ്ക്രീംസും ഉണ്ട്.
അങ്ങനെയാണെങ്കിൽ 2 പേരുടെയും കയ്യിൽ കൂടിയിട്ട് എത്ര ഐസ്ക്രീംസ് ഉണ്ടാവും? വെരി ഗുഡ്. ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടൂലേ? കിട്ടൂലേ? അടുത്തത് റിലു അല്ലാതെ വേറെ ആരെങ്കിലും ഒരാൾ പറയണേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. എഴുതാം. ഓക്കെ. എത്രയായിരുന്നു? 3806 പ്ലസ് 1308. എന്താ ക്വസ്റ്റ്യൻ എഴുതണ്ടേ? An ice cream seller has 3806 ice creams in his hand. Ice creams with him. Another ice cream seller has Another ice cream seller has 1308 ice creams with him. How many ice creams are there in total? ഷഹമ എന്താ സ്ക്രീനിൽ ചെയ്യുന്നേ? ഒരു ഐസ്ക്രീം സെല്ലറിന്റെ കയ്യിൽ 3806 ഐസ്ക്രീംസ് ഉണ്ട്. വേറെ ആളുടെ കയ്യിൽ 1308 ഐസ്ക്രീംസ് ഉണ്ട്. Then how many ice creams are there in total? This is one question. Okay then, complete ആവാത്തവർ പേടിക്കണ്ട, ഇതിപ്പോ തന്നെ ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ഇട്ടുതരാം. Then 6880 plus 2440. Stop writing and find a question with these numbers. ഇപ്പൊ ക്വസ്റ്റ്യൻ എഴുതിയത് അവിടെ നിർത്തിക്കോ, പിന്നെ എഴുതിയാൽ മതി. ഇതിനെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയേ. 6880 പ്ലസ് 2440. ആരാ ആദ്യം കൈബന്ധിക്കുന്നേ നോക്കട്ടെ. ടോഷിൻ വീഡിയോ ഓൺ ചെയ്ത മോനെ. ഓക്കെ ഏഞ്ചൽ പറഞ്ഞോ. School library had 6,818 books. 80 books. 2,440 more books were added to it. Find the total number of books. Very good. In the Good library. question. കേട്ടോ എല്ലാരും? മക്കളെ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് നേരത്തെ ചെയ്തില്ലേ? അതുപോലെ പറഞ്ഞാ പോരെ? ഏഞ്ചൽ ഇപ്പൊ ചെയ്തതുപോലെ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും വേണ്ടല്ലോ, അതിലെ നമ്പേഴ്സ് മാറ്റിയ പോരെ? ഓക്കെ, അപ്പൊ അതിന് ആ ക്വസ്റ്റ്യൻ തന്നെ എഴുതാം അല്ലെ? ഏഞ്ചൽ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ എഴുതാം. എന്താ അറിയില്ലോ? അത്
മിസ്സേ ഞാൻ ക്വസ്റ്റ്യൻ പറയാൻ വേണ്ടിട്ട് മിസ്സിനോട് കൈ പൊന്തിച്ചാണ്. അപ്പത്തേക്ക് ഇവിടെ വേറെ പറഞ്ഞു പോയില്ലേ? ഒരാൾക്ക് ഒരു ചാൻസേ ഉള്ളൂ. ഇനി റിലുവിനും ഏഞ്ചലിനും ചാൻസ് ഇല്ല. ഇനി ബാക്കിയുള്ളവർ വേണം പറയാൻ. ഇല്ലെങ്കിൽ അവര് കംപ്ലൈന്റ് പറയില്ല, അയ്യോ ഞങ്ങളെ പറയാൻ പറ്റില്ല എന്ന് പറയില്ലേ? ആ ഓക്കെ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതാം അല്ലേ? എന്തായിരുന്നു പറഞ്ഞേ? എ സ്കൂൾ ലൈബ്രറി ഹാസ്, ഇൻ എ സ്കൂൾ ലൈബ്രറി, നിങ്ങൾ കഴിയുന്നത് പോലെ എന്റെ കൂടെ തന്നെ എഴുതിക്കോ, ബാക്കി പിന്നെ കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. In a school library there are 6,880 books, 2,440 books are added to it. Find the total number of books in that library. In a school library there are 6,880 books, 2,440 books are added to it. Find the total number of books in that library. Okay? ഇപ്പൊ എഴുതാൻ നിൽക്കണ്ട, പിന്നെ എഴുതിയാൽ മതി. ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഇപ്പൊ എഴുതാൻ നിന്നാൽ എവിടെ എത്തില്ല. നെക്സ്റ്റ് 3,940 plus 400. ആരാ പറയുന്നേ നോക്കട്ടെ? ഓക്കെ അലൻ റെഡി ആയിരിക്കാൻ തോന്നുന്നു പറയാൻ. Sanjay had 3,940 toys. And Shuhaib had 400 toys. Total toys. എത്രയാന്ന് കണ്ടുപിടിക്കണം. ആർക്കായിരുന്നു? സഞ്ജയും ഷുഹൈബും. ചില ഫ്രണ്ട്സാ? എന്റെ പഴയ സ്കൂളിലെ ഫ്രണ്ട്സാ. ആഹാ, എനിക്ക് തോന്നി പെട്ടെന്ന് ഇങ്ങനെ പേര് പറയുമ്പോ ഫ്രണ്ട്സ് ആയിരിക്കും. പഴയ സ്കൂൾ എവിടെയായിരുന്നു? സെന്റ് ജോസഫിൽ, ചെറുപുഴ. സെന്റ് ജോസഫിൽ. ഇക്കൊല്ലാണോ ഇങ്ങോട്ട് വന്നേ? ഇവിടുത്തെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെട്ടോ? ഇഷ്ടായോ എല്ലാരെയും? ഓക്കെ. എന്നാ നമുക്ക് അലന്റെ പഴയ ഫ്രണ്ട്സിന്റെ പേര് വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. അപ്പൊ അവരൊക്കെ വലിയ പുള്ളികളാ, കുറെ ടോയ്സ് ഒക്കെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആക്കാം അല്ലേ? എന്തായിരുന്നു, എത്രയായിരുന്നു നമ്പേഴ്സ്? 3,940 plus 400. Sanjay has 3,940 toys and Shuhaib has 400 toys. How many toys are there in total? How many toys are there in total? Okay, അത്രേ മതി.
സഞ്ജയുടെ കയ്യിൽ 3940 ടോയ്സ് ഉണ്ട്, ഷുഹൈബിന്റെ കയ്യിൽ 400 ടോയ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ടോയ്സ് ഉണ്ട്? Then next last one, 5630 plus 4350. ആരാ പറയുന്നേ? ആരാ പറയുന്നേ? ആർക്കും പറയാനില്ലേ? കഷ്ടാണേ. ജൂലിയറ്റ് എന്താ മിണ്ടാത്തെ? ആദിത്, ഹസ്ന ഒന്നും പറയാനില്ലേ? സെൽന? ആ ഓക്കെ, സെൽന ഈസ് റെഡി. Ahmad bought 5,630 eggs on Sunday and 4,350 eggs on Monday. How many eggs did he buy in all? Okay. Ahmad bought, നമുക്ക് പേര് മാറ്റാം അല്ലേ സെൽന? പേര് മാറ്റാം. അഹമ്മദിന് പകരം വേറെ ഏത് പേര് വെക്കും? ഒരു പേരെങ്കിലും സജസ്റ്റ് ചെയ്യടോ. ആർക്കും പറയാനില്ലേ? റിലു പറയണ്ട, അലൻ പറയണ്ട, പിന്നെ ആരാ? ഏഞ്ചൽ പറയണ്ട, സെൽന പറയണ്ട. ആ ജെവിൻ പറയുന്നുണ്ട്, ഒരു പേര് പറയുന്നുണ്ട്, അതെങ്കിലും പറഞ്ഞു. ആരോൺ ആൻഡ് ആദിത്യൻ. ആരോൺ ആൻഡ് ആദിത്യൻ പഴയ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? അല്ല, ഈ സ്കൂളിലും പഠിക്കുന്നുണ്ട്. ഈ സ്കൂളിലും പഠിക്കുന്നുണ്ടോ? മാറുവാണെങ്കിൽ എല്ലാരും കൂടി ഒരുമിച്ച് മാറും. ആഹാ, അതെന്താ അങ്ങനെ? അത്രയും അടുത്ത ഫ്രണ്ട്സാ? ആരോൺ 4th-ലല്ലേ? ആദിത്യൻ 4th-ലും ആരോൺ 3rd-ലും. ആരോൺ 3rd-ല്. ഓക്കെ ഓക്കെ. ആരോൺ 4th-ല്, ആദിത്യൻ 5th-ല്. ആദിത്യൻ 5th, ആരോൺ 4th-ല്. ഓക്കെ, അറിയാം. അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് മാറിയതാ അല്ലേ? എന്നാ നിങ്ങൾ 3 പേരും കൂടി ഒരു പുതിയ ബിസിനസ് തുടങ്ങി, എഗ് വിൽക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ അല്ലേ? എന്നാല് ആരോൺ, ആദിത്യൻ ആൻഡ് ജെവിൻ bought 5,630 eggs on Sunday. വാങ്ങണ്ട, അവർക്ക് സൺഡേ പോവാൻ മടിയാ, നമുക്ക് മൺഡേ മുതൽ വാങ്ങാം. Eggs on Monday. Then and 4,350 eggs on Tuesday. How many eggs did they buy in all? അങ്ങനെയാക്കാം അല്ലേ സെൽന ക്വസ്റ്റ്യൻ? ഇവര് 3 പേരും ഒരുമിച്ചല്ലേ മാറുള്ളൂ, 3 പേരും തന്നെ കിടക്കട്ടെ. ബിസിനസ് പൊളിഞ്ഞാലും ബിസിനസ് നന്നായാലും 3 പേര് ഷെയർ ചെയ്തെടുക്കട്ടെ, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പറയാം. എത്രയൊക്കെയായിരുന്നു നമ്പർ? 5,630 plus 4,350. ആരൊക്കെയാ അപ്പൊ പുതിയ ബിസിനസ് തുടങ്ങുന്ന? ആരോൺ, ആദിത്യൻ and Jevin bought 5,630 eggs on Monday. സൺഡേ പോവാൻ 3 പേർക്കും മടിയാ, അതുകൊണ്ട് മൺഡേ മുതൽ പോവാന്ന് വെച്ചു. എഗ്സ് ഓൺ മൺഡേ ആൻഡ് 4,350 eggs on Tuesday. Then how many eggs
did they buy in all? This is the last question. Aaron, Adityan and Jevin bought 5,630 eggs on Monday and 4,350 eggs on Tuesday. How many eggs did they buy in all? അപ്പോ ഈ എല്ലാ ക്വസ്റ്റ്യനും ഇപ്പൊ മിസ് ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. നിങ്ങളുടെ അത് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തോ. ഇപ്പൊ എഴുതാൻ നിന്ന വെറുതെ സമയം പോലെ. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തില്ലേ? കഴിഞ്ഞു. അഡിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് തുടങ്ങാനുള്ള ചാപ്റ്റർ സബ്ട്രാക്ഷൻ. ഇതെല്ലാം പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സബ്ട്രാക്ഷൻ. അപ്പൊ എല്ലാവരുടെയും നോട്ട് കംപ്ലീറ്റ് ആണോ ഇതുവരെ ഉള്ളത്? ചെയ്യാൻ പറഞ്ഞതൊക്കെ നോട്ടിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? അതെന്താ അറിയൂ ചെയ്യാത്ത? എന്താ? ഇപ്പൊ എഴുതിയത് വിട്, അത് പോട്ടെ. അതിന് മുന്നത്തൊക്കെ കംപ്ലീറ്റ് അല്ലേ? അതിന്റെ മുന്നത്തേലും കംപ്ലീറ്റ് ആണ്. പക്ഷെ ആ മറ്റേ പാടില്ല മിസ്, അഡിഷൻ മിസ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ തന്നെ. അതേതാ? എക്സൈസ് 2.5. അതിൽ 8ഉം 9ഉം 10ഉം ചെയ്തിട്ടില്ല. 8ഉം 9ഉം 10ഉം ചെയ്തിട്ടില്ലേ? ആരും ചെയ്തിട്ടില്ലേ അത്? ഇല്ല. ചെയ്തവരുണ്ടോ? എന്നാ ചെയ്യാത്തവർ ഒരു കാര്യം ചെയ്തോ, അത് 3 കൂടി ചെയ്തോ. അത് ഹോംവർക്ക് ആയിട്ട് ഇന്ന് ചെയ്തോ. ചെയ്തവരൊക്കെ അവിടെ കിടന്നോട്ടെ. ബാക്കിയുള്ളവര് ആ 8ഉം 9ഉം 10ഉം കൂടി കംപ്ലീറ്റ് ചെയ്തോ കേട്ടോ. സിമ്പിൾ അഡിഷൻ മാത്രമേ ഉള്ളൂ. അതിന് ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാന്ന് തോന്നുന്നു അല്ലേ? നിങ്ങളോട് വെറുതെ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നല്ലേ? യെസ്. അപ്പൊ അത് ഹോംവർക്ക് ആയിട്ട് ഇന്ന് ചെയ്തോ. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഇന്നിപ്പോ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഗ്രൂപ്പിൽ ഇട്ട് തരാം. അതും കൂടി എഴുതി കഴിഞ്ഞ് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫുൾ നോട്ടിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരുമോ? അയച്ചു തരുമോ? 2 ചാപ്റ്റേഴ്സിന്റെ ഫുൾ നോട്ട് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നോക്കട്ടെ, എല്ലാവരുടെ കയ്യിലും എല്ലാം ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇന്ന് വേണ്ട, നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മതി കേട്ടോ. എന്താ അലൻ എന്തോ പറയാനുണ്ട്? ജോവൽ, ജോമൽ. അലൻ എന്താ മോനെ? മിസ്സേ, ഞാൻ എല്ലാ നോട്ടും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ മാത്രം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അത് സാരില്ല, അത് കംപ്ലീറ്റ് ആക്കിയിട്ട് നാളത്തേക്ക് അയച്ചാൽ മതി. ഓക്കെ മിസ്സേ, പിന്നെ ഒരു മിനിറ്റ് മോനെ, ഒന്നും കൂടി പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ടോഷൻ എന്റെ ഭേദവാർത്തയിലെ ഫ്രണ്ട് ആയിരുന്നു. ആഹാ, ആണോ ടോഷനെ? ഓക്കെ. ജുവൽ എന്താ പറയാനുള്ളേ? ജോമൽ? രണ്ടുപേരെയും കാണുന്നില്ലല്ലോ, ഒരാളല്ലേ കാണുന്നുള്ളൂ. ചാർജ് കുറവാ. ആണോ? എന്നാ ഓഫ് ചെയ്തോ മോനെ. ക്ലാസ് കഴിഞ്ഞ് ഇനി എടുക്കുന്നൊന്നുമില്ല. ഓക്കെ. വേറെ ആരോ കൈബന്ധിച്ചിട്ടുണ്ടോ? ജൂലിയറ്റ്? സിനിമ നടനെ ഒരു ഫോട്ടോ എടുത്തല്ലേ? ആഹാ, ക്ലാസ്സിനിടയ്ക്ക് ഇത് ചോദിക്കാനാണോ? ഞാൻ വെച്ച് കാര്യമായിട്ട് വേറെ എന്തോ ചോദിക്കാനാന്ന്.